ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുതിയൊരു വഴിത്തിരിവെത്തി നിൽക്കുന്നു. പക്ഷേ മാണിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി ഇടപെട്ട സമാനമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഇവിടെയും ഉണ്ടായി എന്ന രീതിയിൽ തന്നെ വായിച്ചെടുക്കേണ്ട തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് ഇന്ന് ന്യൂസ് ആൻഡ് ചർച്ച ചെയ്യുന്നത്. ബാർക്കോഴ കേസിൽ മന്ത്രി കെ ബാബുവിനും ബിജു രമേശിനുമെതിരെ ത്വരിത പരിശോധന നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. അന്വേഷണം പൂർത്തിയാക്കി ജനുവരി 23-നകം റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മലയാളവേദി ചെയർമാൻ ജോർജ് വട്ടക്കുളം സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ഈ ഒരു സാഹചര്യമാണ് പ്രധാനമായും ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ DGP ജേക്കബ് തോമസിന്റെ മുഖ്യമന്ത്രിക്കും എതിരായ മറുപടി കൂടി വളരെ സുപ്രധാനമായി തന്നെ ചർച്ചയിൽ വരും. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഏതായാലും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിക്കുന്നത് തത്സമയം ശ്രീ ആന്റണി രാജു തത്സമയം ചർച്ചയിൽ പങ്കുചേരും. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് പഴകുളം മധു, KPCC സെക്രട്ടറിമാരൊരാളായ ശ്രീ പഴകുളം മധു, മുഹമ്മദ് റിയാസ് കാലിക്കറ്റിൽ നിന്നും ജോയിൻ ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി എന്നിവർ തത്സമയം ചർച്ചയിൽ പങ്കുചേരും. ശ്രീ ബിജു രമേശ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലും സംസാരിക്കും. ഇപ്പോൾ തത്സമയം ശ്രീ ഫക്രുദ്ദീൻ അലി, ഒപ്പം തന്നെ ശ്രീ മുഹമ്മദ് റിയാസ്, ഒപ്പം ശ്രീ അഡ്വക്കേറ്റ് പഴകുളം മധു എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം തന്നെ ഫക്രുദ്ദീൻ, ഒരു ടേണിംഗ് പോയിന്റിലാണ് എന്ന് പ്രതീക്ഷിക്കാനുള്ള വകയുണ്ടോ ബാർക്കോഴയുമായി? ടേണിംഗ് പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാണിയുടെ രാജിയോട് കൂടി ഒരു ടേണിംഗ് പോയിന്റായി. ബാബു രാജിയൊക്കെ എന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല. കാരണം ഇതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം കുറ്റവാളിയാവുന്ന തെളിയിക്കപ്പെടുന്നവരെ ഈ രാജിവെക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല നിയമങ്ങളെന്ന് തന്നെ ഞാൻ പറയുന്നത്. ഇവരെല്ലാം തന്നെ നിയമങ്ങളാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല, സത്യമാണ് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതൊക്കെ മിനിമം ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിച്ചിരുന്ന സമയങ്ങളിൽ എന്തൊക്കെ വിയോജിപ്പുകൾ നമുക്കുണ്ടെങ്കിൽ ഇടതുപക്ഷത്തെ നമുക്ക് യോജിക്കാവുന്ന ചില പോയിന്റുകൾ അതാണ്. ഇപ്പോൾ ജോസഫിനെ പറ്റി ആരോപണം വന്നു, ജോസഫിനെ മാറ്റി നിർത്തി. അങ്ങനെ ഓരോരുത്തരെ നമ്മൾ എടുത്തു നോക്കിയാൽ കൃത്യമായി മാറ്റി നിർത്തിയേ കാണാം. അത് നീലലോഹിതദാസൻ നാടകക്കെതിരെ ആരോപണം വന്നു, അദ്ദേഹത്തെ മാറ്റി നിർത്തി. അത് മിനിമം നിങ്ങളെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് കാണിക്കുന്ന ഒരു മര്യാദയാണ്, ജനാധിപത്യത്തോട് നിങ്ങൾ പുലർത്തുന്ന ഉത്തരവാദിത്ത ബോധമാണ് കാണിക്കുന്നത്. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു ചെറിയൊരു മെജോറിറ്റി കിട്ടി, അതിനെ എങ്ങനെയെങ്കിലും നിലനിർത്തി കൊണ്ടുപോകണം. അതിന് ഏത് തരത്തിലും അതിന് സ്വാഭാവികം നിലനിർത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അറിയാം. ശെൽവരാജിന് എങ്ങനെയാണ് വിലക്കെടുത്തതെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിപ്പോൾ എന്നോട് കൃത്യമായി തെളിവ് പൈസ കൊടുത്ത തെളിവുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഉണ്ടാവില്ല. പക്ഷേ നാട്ടിൽ തിരുവനന്തപുരത്തേക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനൊക്കെ കാശും മറ്റു കാര്യങ്ങളും വേണം. അപ്പോൾ പലതും എന്നെ കണ്ണടക്കേണ്ടതായി വരും. അങ്ങനെ ഒരുപാട് അഴിമതികളും സംഭവം പുറത്തു വരും. ഈ അഴിമതികൾ കാലാകാലം മൂടി വെക്കാൻ പറ്റും, അതാണ് അതിൻ്റെ ഒരു രീതി. കാരണം അഴിമതിക്കാരെല്ലാം ആർത്തി പണ്ടാരങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പുറത്ത് വരും. എൻ്റെ കാര്യം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ കൊടുത്ത കാര്യം ഞാൻ പറയും. അങ്ങനെയാണ് പലതും പുറത്ത് വരുന്നത്. അപ്പം പുറത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മിനിമം നമുക്ക് ജനങ്ങളോട് കുറച്ചെങ്കിലും ഒരു ബഹുമാനം ഉണ്ടെങ്കിൽ, ജനാധിപത്യ സംവിധാനം നിങ്ങൾ കുറച്ചെങ്കിലും ആദരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കും. രക്ഷപ്പെട്ടു പോകാൻ നിങ്ങൾക്ക് മറ്റു വഴികളൊക്കെ അന്വേഷണങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ജുഡീഷ്യൽ അന്വേഷണം നടന്നിട്ട് എത്രമാത്രം ആളുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു മിനിമം മര്യാദ ജനങ്ങൾ കൊടുക്കുന്നു തോന്നല്. അല്ലെങ്കിൽ ഇവർക്ക് ഇതിനൊക്കെ മടുത്തില്ല, ജനങ്ങൾ ഫാസിസത്തേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവും. അതുകൊണ്ട് ഇതൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികം ബാബു കണ്ടിന്യൂ ചെയ്യും, ഉമ്മൻചാണ്ടിയുടെ സപ്പോർട്ടുണ്ട്. കാരണം ഈ സംവിധാനം എങ്ങനെ തന്നെ നിലനിർത്തുന്നുണ്ടല്ലേ. പക്ഷേ ഇത് ഇലക്ടോറലായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല രസമാണ്. കേരളത്തിലെ എന്താ പറയുക, നിയമസഭാ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഒരു ഗോൾ 2 ഗോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇന്നലെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെളിപ്പെടുത്തലൊക്കെ വന്നതോടെ കോൺഗ്രസ് ഒരു എഡ്ജ് കിട്ടിയിരുന്നു. ആ എഡ്ജ് ഇന്ന് ഈ സംഭവങ്ങളൊക്കെ വന്നതോടുകൂടി ജനങ്ങളെ മനസ്സിൽ പതുക്കെ ആ ഒരു സമ്മതി പതുക്കെ ഇടിയാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. സ്വാഭാവികമായിട്ട് നിലവിൽ കോൺഗ്രസ് പിന്നിട്ട് വെക്കുന്ന അവസ്ഥാവിശേഷമാണുള്ളത്. നമ്മളപ്പം ടെലിഫോൺ ലൈനിൽ ശ്രീ ബിജു രമേശ് ചേർന്നുണ്ട്. ശ്രീ ബിജു രമേശ്, താങ്കൾ ആവശ്യപ്പെടുന്നത്, ആവർത്തിച്ച് ഇന്നും വ്യക്തമാക്കിയത്, സ്വതന്ത്ര ഏജൻസി നടത്തുന്ന ഒരു അന്വേഷണം എന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ QV നടത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതിക്ക് അതിന്മേൽ കാര്യങ്ങൾ തീരുമാനിക്കാം, അല്ലെങ്കിൽ കൂടുതൽ നിരീക്ഷണം നടത്താം എന്നുള്ളൊരു സാധ്യത കൂടി കോടതി പറഞ്ഞു വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള കോടതിയുടെ ഒരു ഇടപെടലിനെ ഒരു പോസിറ്റീവ് സൈനായി എടുക്കുന്നുണ്ടോ? കോടതിയുടെ നേരിട്ടുള്ള ഒരു അന്വേഷണവും നിയന്ത്രണവും വന്നാൽ ഒരു പരിധിവരെ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആദ്യം തന്നെ നടത്തിയ ഒരു അന്വേഷണം മാണിസാറിന് നടത്തി എന്താണ് ചെയ്തത്? ഒരു നിയമപരമായിട്ടുള്ള ക്വിക്ക് വെരിഫിക്കേഷനാണ് വിട്ടത്. അതേസമയം ബാബുവിന് കാര്യം വന്നപ്പോഴത്തേക്കും സംഭവത്തിന്റെ കാര്യങ്ങളൊക്കെ അങ്ങ് മാറി പ്രിലിമിനറി എൻക്വയറി എന്ന് പറഞ്ഞൊരു എൻക്വയറിക്കാണ് വിട്ടത്. അത് 1997 ഗവൺമെന്റ് ഉത്തരവനുസരിച്ച് അവരുടെ വിജിലൻസിന്റെ മാനുവലിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രിലിമിനറി എൻക്വയറി എന്ന് പറഞ്ഞ സംവിധാനം മാറ്റുന്നതായിട്ട് ഒരു ഉത്തരവനുസരിച്ച് ഗവൺമെന്റ് ഉത്തരവിൽ മാറ്റിയിട്ടുണ്ട്, ജിയോ അനുസരിച്ച് മാറ്റിയിട്ടുള്ളതാണ്. അപ്പൊ ഇല്ലാത്ത, അങ്ങനെ നിലവിൽ അവരുടെ വിജിലൻസ് മാനുവൽ അനുസരിച്ച് വിജിലൻസിന് അങ്ങനെ ഒരു എൻക്വയറി നിലവിൽ ഇല്ലാത്ത എൻക്വയറി എങ്ങനെയാണ് നടത്തിയെന്ന് വെച്ചാൽ വെറുതെ ഒരു പ്രഹസനം. അതുകൊണ്ട് അങ്ങനെ എൻക്വയറി നടത്തുമ്പോൾ അതിന്റെ ശരിയായാലും തെറ്റായാലും അതിന്റെ ഒരു ചാർജ് ഫ്രെയിം പോലും കോടതിയിൽ കൊടുക്കേണ്ട ഒരു കാര്യം അതിനകത്ത് വരുന്നില്ല.
ശ്രീ ആന്റണി രാജു നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ആന്റണി രാജു, ഒരുപക്ഷെ ആദ്യം മുതൽക്കേ തന്നെ കേരള കോൺഗ്രസിന്റെ പ്രധാന ആക്ഷേപം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഇരട്ട നീതി എന്നത് തന്നെയായിരുന്നു. ഒരുപക്ഷെ അത്തരം സാഹചര്യങ്ങൾ ഒക്കെ ശരിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്കാണ് കോടതി ഈ വിധത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് വീണ്ടും ചെന്നെത്തുന്നത് QV എന്നത് നേരെ വീണ്ടും ചെന്നെത്തുന്നത് പ്രാഥമിക അന്വേഷണം എന്ന് വിജിലൻസ് പോലും ഒഴിവാക്കിയിട്ടുള്ള, വിജിലൻസ് മാനുവൽ പോലും ഇല്ലാത്ത ഒരു അന്വേഷണം നടത്തി ബാബുവിനെ കുറ്റക്കാരനല്ല എന്ന് വിധി എഴുതിയ വിജിലൻസിന് മുന്നിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു എത്രത്തോളം തൃപ്തിയുണ്ട്? അല്ല, ഇത് ഇന്നത്തെ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയുടെ ക്വിക്ക് വെരിഫിക്കേഷനുള്ള ഉത്തരവ് നിയമപരമായി തെറ്റെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് വിജിലൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു കേസ് പൊതുപ്രവർത്തകർക്കെതിരെ പ്രത്യേകിച്ച് അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വസ്തുത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, അതിൻ്റെ പ്രാഥമിക അന്വേഷണം ക്വിക്ക് വെരിഫിക്കേഷൻ, പ്രാഥമിക അന്വേഷണം അല്ലെങ്കിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി അതിലെന്തെങ്കിലും ഒരു കേസ് FIR രജിസ്റ്റർ ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ FIR ഇടാവൂ എന്ന് സിറാജുദ്ദീൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നുള്ള 1973 പ്രസിദ്ധമായ കേസിലും അതുതന്നെയാണ് ഈ നമ്മുടെ പിന്നീടുള്ള ഇപ്പോഴത്തെ ഉത്തർപ്രദേശിൻ്റെ ആ കേസിലുമൊക്കെ വന്നിരിക്കുന്ന ആ കേസിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം തന്നെ ശരിക്കും ഈ ഒരു പരാതി ഉയർന്നു വന്നപ്പോൾ അന്വേഷിക്കണമെങ്കിൽ ഒരു QV ഇട്ട് വേണം അന്വേഷിക്കേണ്ടിയിരുന്നത്. QV ഇട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ, പക്ഷേ ഇപ്പോൾ QV ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് FIR ഇടണമെന്നില്ല. QV ഇട്ടു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇനിയിപ്പോൾ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് FIR ഇടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം അവരുടെ പ്രിലിമിനറി എൻക്വയറി തന്നെ ഇത് FIR രജിസ്റ്റർ ചെയ്യാനുള്ള സംഗതികളൊന്നും ഇല്ല എന്ന് ഓൾറെഡി ഈ കേസിൻ്റെ അന്വേഷണം ഒരു ഘട്ടത്തിലെത്തി പൂർത്തിയാക്കിയ അന്വേഷണ റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് വിരുദ്ധമായിട്ട് വേറെ മൊഴികളെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ FIR ഇടാൻ കഴിയുള്ളൂ. ഇപ്പോൾ നിലവിൽ അന്വേഷണം പൂർത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിൽ ആ അന്വേഷണ റിപ്പോർട്ടിന് വിരുദ്ധമായിട്ട് ഒരു FIR ഇടാനായിട്ട് ഇപ്പോൾ വിജിലൻസിന് കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ നിയമപരമായിട്ട് നോക്കുമ്പോൾ QV അതിപ്പോൾ കേസിൽ അടിസ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു സ്വകാര്യ വ്യക്തി ഒരു സ്വകാര്യ അന്യായം കോടതി കൊണ്ട് കൊടുക്കുമ്പോൾ പ്രൈമാ ഫേസി അദ്ദേഹം പറയുന്ന കാര്യത്തിൽ നോക്കിയിട്ട് ഒരു പരിശോധന അന്വേഷണം നടത്താനായിട്ട് വിജിലൻസ് ആകുമ്പോൾ QV അല്ലെങ്കിൽ 156(3) അനുസരിച്ച് CRPC-യിലാവുമ്പോൾ FIR അന്വേഷിക്കാൻ പറയും. ആ ഒരു നടപടിക്രമം മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 45 ദിവസത്തെ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ പോലീസിന് അന്വേഷിച്ച് FIR ഇടണമെന്ന് തോന്നിയാൽ FIR ഇടാം, FIR ഇടണ്ട എന്നാണ് തോന്നുന്നതെങ്കിൽ FIR ഇടാതിരിക്കും. പക്ഷേ ഇതൊക്കെ QV കഴിഞ്ഞാൽ എന്തുണ്ടാകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മാത്രം അദ്ദേഹത്തിൻ്റെ അവകാശത്തിലും അദ്ദേഹത്തിൻ്റെ അധികാരത്തിലും അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളിലും മാത്രം പെടുന്ന സംഗതികളാണ് അതെല്ലാം. അതുകൊണ്ട് നമ്മൾ മുൻവിധിയോടുകൂടി ഇനി QV ഇട്ട് കഴിഞ്ഞുകൊണ്ട് FIR ഇടുമെന്നോ അല്ലെങ്കിൽ QV ഇല്ലാത്തതുകൊണ്ട് FIR ഇല്ലെന്നോ പറയാൻ കഴിയില്ല. പക്ഷേ ഈ കേസിലുള്ളൊരു പ്രത്യേകത ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. ഓൾറെഡി ഒരു പ്രിലിമിനറി എൻക്വയറി നമ്മുടെ വിജിലൻസിൻ്റെ മാനുവലിലെങ്കിലും ഇല്ലാത്ത ഒരു അന്വേഷണം നടത്തി അതിൽ തെളിവില്ല എന്ന് കണ്ടെത്തി അവർ തന്നെ അന്വേഷണം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. കോടതിയിലേക്ക് പോയിട്ടില്ല, കോടതിയിലേക്ക് ആ ഫയൽ പോയിട്ടില്ല. അവർ തന്നെ അന്വേഷണം പൂർത്തിയാക്കി എന്നുള്ളതാണ് പുറത്തു വന്ന വാർത്തകൾ. അങ്ങനെയാണ് എന്നാണ് നിയമസഭയിലും ഒക്കെ പറഞ്ഞത്. പക്ഷേ വിജിലൻസ് മാനുവലിൽ പോലും ഇല്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമ പ്രാബല്യം പോലും ഇല്ലാത്ത പ്രാഥമിക അന്വേഷണത്തെ അത് കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് പരിഗണിക്കപ്പെടുമോ? ഏതാ ഇതിപ്പോ QV ആദ്യം നടത്തിയ റിപ്പോർട്ട് അല്ലല്ലോ ഇനി കൊടുക്കാൻ പോകുന്നത്. ഇനി കോടതി മുമ്പ് കൊടുക്കാൻ പോകുന്നത് QV-ന്മേൽ ആ അന്വേഷണം ഒരുപക്ഷെ ഒന്നുകൂടെ നടത്തിയ അന്വേഷണം ഒന്നുകൂടെ നടത്തേണ്ടി വരും. ഒന്നുകൂടെ നടത്തിയിട്ട് QV-യുടെ പശ്ചാത്തലത്തിൽ അവർ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കോടതിയിൽ കൊടുക്കേണ്ടി വരും. അത് കോടതിക്ക് വേണമെങ്കിൽ അതിനകത്ത് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം. ഇതല്ല QV പോരാ, ഇതിനകത്ത് ഇതനുസരിച്ച് FIR അന്വേഷിക്കണമെന്ന് വേണമെങ്കിൽ വീണ്ടും പറയാം കോടതിക്ക്. അതൊക്കെ കോടതിയുടെ ഡിസ്ക്രിഷനിൽപ്പെട്ട കാര്യങ്ങൾ. യെസ്, ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ ശ്രീ ആന്റണി രാജു ആ വിധത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ സുപ്രധാനം തന്നെയാണ്. കാരണം മാണിയുടെ വിഷയത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള പഴുതുകൾ അടച്ചുള്ള ചില മേഖലകൾ ഒരുപക്ഷെ നിയമപരമായി കൂടി അതിനെ വളരെ വിശദമായി പരിശോധിച്ചാൽ അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആദ്യം മുതൽക്കേ തന്നെ കേരള കോൺഗ്രസ് ആയാലും ശ്രീ ആന്റണി രാജുവിനെ പോലുള്ളവരായാലും ആവർത്തിച്ചു പറയുന്ന ആ ഇരട്ട നീതി അത് ഇവിടെ അടയുന്നില്ല, അത് തുടരുന്നു എന്ന രീതിയിൽ തന്നെയാണോ ഇങ്ങനെ കോടതിയുടെ ഒരു സുപ്രധാനമായ ഇടപെടൽ ഉണ്ടാകുമ്പോഴും? തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിച്ചാൽ അത് തെറ്റു പറയാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ ഇന്നത്തെ ഈ സംഭവ വികാസത്തോടു കൂടി ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞത് ശരിവെക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരികയാണ്. ഒന്ന്, അഴിമതിയെക്കുറിച്ച്. ശ്രീ ബാബു അഴിമതി നടത്തിയെന്ന് ഞങ്ങൾ തുടക്കത്തിലേ പറയുന്നു. അത് സാക്ഷി ഹിയർസേ മാത്രമല്ല, നേരിട്ട് പണം കൊടുത്തയാൾ പറയുന്നു. മറ്റേതിനേക്കാൾ കുറേ കൂടി ഗൗരവമുണ്ട്. അത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത്, അന്വേഷണത്തിലെ പോരായ്മകൾ. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ആ പോരായ്മകൾ ശരിവെക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു. ഇപ്പം ഇവിടെ വിജിലൻസിൻ്റെ മാനുവലിൽ എവിടെയും ഇല്ലാത്ത പ്രാഥമിക അന്വേഷണം
അത് എടുത്തുകൊണ്ട് ഈ അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിയതിൻ്റെ പിന്നിലുള്ള താല്പര്യമെന്ത്? ഇപ്പം ക്വിക്ക് വെരിഫിക്കേഷൻ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ശ്രീ കെ എം മാണിയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ തുടക്കത്തിൽ വിജിലൻസ് മാനുവൽ പറഞ്ഞതുപോലെ ക്വിക്ക് വെരിഫിക്കേഷൻ എടുക്കാൻ തയ്യാറാവാഞ്ഞത് എന്തുകൊണ്ട്? ഒന്നാമത്തെ ചോദ്യം. ഞാനത് കൂടുതൽ പരത്തി പറയുന്നില്ല. പ്രധാനപ്പെട്ട വേറെ കുറേ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്. ശ്രീ കെ എം മാണിയുടേത് ഹിയർസേ ആണ്. അതിൻ്റെ ഭാഗമായി FIR ഇട്ടു. ഇത് നേരിട്ട് പണം കൊടുത്തയാൾ പറഞ്ഞിട്ടും ഇത് ഒരു ക്വിക്ക് വെരിഫിക്കേഷന് തയ്യാറാവുന്നത് എന്തുകൊണ്ട്? പിന്നെ ഇതുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പ്രീ ബഡ്ജറ്ററി മീറ്റിംഗ് ആണ് വിളിച്ചതെന്ന് തുടക്കത്തിൽ ശ്രീ ബാബു പറഞ്ഞു. പ്രീ ബഡ്ജറ്ററി മീറ്റിംഗ് വിളിക്കാനുള്ള അധികാരം ഫിനാൻസ് മിനിസ്റ്റർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം എന്തിനു വിളിച്ചു? ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം പിന്നീട് പറഞ്ഞത് പ്രീ അബ്കാരി പോളിസി മീറ്റിംഗ് ആണ് എന്നാണ്. പ്രീ അബ്കാരി പോളിസി മീറ്റിംഗിൽ എങ്ങനെ ബാർ ഉടമകളെ ഇരുത്താം? അവിടെ ഇരുത്തേണ്ടത് ആരെ? മദ്യവർജന സമിതി ആളുകളെ ഉൾപ്പെടെയല്ലേ ഇരുത്തേണ്ടത്? ഈ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കേരളീയ സമൂഹത്തിന് കിട്ടിയിട്ടില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കാര്യമായിട്ട് വരുന്ന ഫീസ് കുറക്കുകയില്ല എന്ന് പറഞ്ഞു ആ മീറ്റിങ്ങിൽ എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് ഫീസ് കുറക്കുന്നു. അപ്പോൾ പല കാര്യത്തിലും പൊരുത്തക്കേടുകൾ വരുന്നു. ഇതിൻ്റെ സംശയം ദൂരീകരിക്കാൻ, ഇതിൻ്റെ വസ്തുതകൾ ജനങ്ങളോട് തുറന്നു പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല, മന്ത്രിസഭ തയ്യാറാകുന്നില്ല, ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട് ശ്രീ കെ എം മാണിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത്ര സങ്കടം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. ശ്രീ ബാബു പെട്ടുപോകുമോ? ഈ കലോത്സവങ്ങളിൽ ഐറ്റം നമ്പർ സ്റ്റേജ് നമ്പർ 1 എന്ന് പറഞ്ഞ് വിളിച്ചു നിന്ന് സ്റ്റേജ് നമ്പർ 2 എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്ന പോലെ ശ്രീ ബാബു നിൽക്കുന്നു. അടുത്ത നമ്പർ 3 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആകുമോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിമാരാകുമോ എന്നൊക്കെയുള്ള ഭയമാണ് തുടക്കത്തിലെ ശ്രീ ഉമ്മൻചാണ്ടി കാണിച്ചത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരികയാണ്. അപ്പം നിയമപരമായി പിന്നെ മന്ത്രിസ്ഥാനത്ത് തുടർന്നുകൊണ്ട് നടത്തുന്ന ഇടപെടലുകൾ, ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസം വരുന്നു. ഒരു പക്ഷേ മാണി മന്ത്രിസ്ഥാനത്ത് തുടരുമ്പോൾ ഏറ്റവും കൂടുതൽ UDF-നുള്ളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഉയർത്തിയത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. പല KPCC മീറ്റിങ്ങുകളിലും അത്തരം തർക്കങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ പോയിരുന്നു. സമാനമായ സാഹചര്യമാണ് കെ ബാബുവിനുണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ കേട്ടുകേൾവിയല്ല, അതിനുമപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ചേംബറിൽ നേരിട്ട് ചെന്ന് പണം കൊടുത്തിരിക്കുകയാണ്. പ്രീ ബജറ്റ് മീറ്റിംഗ് നടന്നു എന്ന് അദ്ദേഹം തന്നെ മൊഴി നൽകിയിരിക്കുന്ന സാഹചര്യങ്ങളാണ്. ഇത്തരം സാഹചര്യങ്ങളൊന്നും കണ്ടില്ല എന്നടിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഈ വിഷയങ്ങളിലെല്ലാം നമ്മൾ ധാരാളം ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറം ബാർ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ധാരാളം ചർച്ച നടത്തി. കോടതികൾ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, ഗവൺമെൻറ്, സ്വകാര്യ വ്യക്തികൾ, സംഘടനകൾ എല്ലാവരും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇന്നുണ്ടായിരിക്കുന്ന പ്രശ്നം, ബഹുമാനപ്പെട്ട തൃശ്ശൂർ വിജിലൻസ് കോടതി ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ഇക്കാര്യത്തിൽ നടത്താൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് QV ആണോ പ്രിലിമിനറി എൻക്വയറി ആണോ എന്നതിനെ സംബന്ധിച്ചെല്ലാം ഇവിടെ വ്യത്യസ്ത അഭിപ്രായം വിജിലൻസ് മാനുവലുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്താണെങ്കിലും അന്വേഷണം രണ്ടും ഒന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വിജിലൻസ് കോടതി പറഞ്ഞ അന്വേഷണം നടക്കട്ടെ, വിജിലൻസ് അന്വേഷിക്കട്ടെ. ഈ കേസിൽ എന്തെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്ന്, പക്ഷെ ആ തോന്നൽ വിജിലൻസിനുണ്ടായില്ല. ഇത്രയേറെ ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടായിട്ടും വിജിലൻസിന് ആ തോന്നൽ ഉണ്ടായില്ല. ഒരു QV നടത്താൻ തയ്യാറായില്ല. പ്രാഥമിക അന്വേഷണം എന്ന രീതിയിൽ ഒരു പ്രഹസനം ഉണ്ടാകുന്നു. ഈ പറയുന്ന QVയും പ്രാഥമിക എൻക്വയറി എല്ലാം ഒന്ന് തന്നെയാണ്, നടത്തുന്ന ഒരേ ഓഫീസർമാരാണ്. ഇതൊന്നും യാതൊരു സാങ്കേതികത്വമില്ല. അത് ഞാൻ പറയുന്നു, ഇതിനെ സംബന്ധിച്ച് ആധികാരികമായ അന്വേഷണം നടത്തിയതാണ്. അദ്ദേഹത്തിനെതിരായി യാതൊരു തെളിവുമില്ലെന്നാണ് അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ കോടതിയിൽ സമർപ്പിച്ചത്. അന്നങ്ങനെ റിപ്പോർട്ട് കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഇനി അന്വേഷിക്കുമ്പോൾ വേറെ തെളിവ് കണ്ടെത്തിയാൽ ആ ഉത്തരവ് കൊടുക്കാം, ആ റിപ്പോർട്ട് കൊടുക്കാം. അതിനൊന്നും യാതൊരു തടസ്സവുമില്ല. അന്നങ്ങനെ റിപ്പോർട്ട് കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഇന്ന് റിപ്പോർട്ട് മാറ്റണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ മാറ്റണ്ടെന്നുമില്ല. ട്രാൻസ്പെറന്റ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ വിജിലൻസിന്റെ ഇടപെടൽ അന്വേഷണം കെ ബാബുവിനെതിരായി? ഇല്ല, തീർച്ചയായിട്ടും ട്രാൻസ്പെറന്റ് അല്ലായിരുന്നു. കാരണം ഞാൻ ആ അന്വേഷണം കഴിഞ്ഞ് മൊഴി രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഉള്ളവരുടെ മൊഴിയെ ഉദ്യോഗസ്ഥൻ എടുത്തതിന് ശേഷം ഞാൻ അന്ന് അടുത്ത ദിവസം തന്നെ വിജിലൻസ് DGPക്ക് പരാതി കൊടുത്തു. അന്വേഷണത്തിൽ തൃപ്തികരമല്ലെന്നും ആവശ്യമില്ലാത്ത ചോദ്യങ്ങളിലാണ് ചോദിക്കുകയും ഈ സാക്ഷികളെ മൊഴികൾ തെറ്റിച്ച് പറയിപ്പിക്കാൻ ശ്രമിക്കുകയും അവരെ വളരെ മോശമായ ഭാഷകൾ, അസഭ്യങ്ങൾ പറഞ്ഞ് അവരെ മുറിക്കകത്ത് വെച്ച് വളരെ വേറെ മാനസിക സംഘർഷം ഉണ്ടാക്കുകയും ഒക്കെയാണ് നടന്നിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് ഇത് ഒന്നുകൂടി അന്വേഷിക്കാൻ വേണ്ട ഉത്തരവ് ഉണ്ടാവണം, മൊഴി സത്യസന്ധമായി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് വിൻസൻ പോളിന് പരാതി കൊടുത്തു. ഒരു റിപ്ലൈ വരികയോ അതിനെക്കുറിച്ച് വിളിപ്പിക്കുകയോ ചോദിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന വസ്തുതയാണ് പ്രധാനമായിട്ടുള്ളത്. കാരണം
അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷണത്തിന്റെ കുറച്ച് 1 മണിക്കൂർ മൊഴിയെടുത്തതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു വിൻസൻ പോൾ ഇനി കൂടുതലായിട്ട് എടുക്കണ്ട എന്നാണ് DGP പറഞ്ഞത്. ആരാ പറഞ്ഞു? അപ്പൊ DGP 2 പേരുള്ളതുകൊണ്ടാ ചോദിച്ചു. ആരാന്ന് ചോദിച്ചോ പറഞ്ഞു വിൻസൻ പോൾ സാർ വിളിച്ചിരുന്നു, ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. 164 മാണി സാറിന്റെ മൊഴിയിൽ പറഞ്ഞ കാര്യം മാത്രം ഇവിടെ പറഞ്ഞാൽ മതി, കൂടുതലായിട്ടൊന്നും എഴുതണ്ട എന്ന് അദ്ദേഹത്തിന് മുകളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയാനില്ല എന്ന് എഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ ഒപ്പിടില്ല സാർ എന്നെ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് ഞാനും അദ്ദേഹമായി സംസാരിച്ച് മുഷിയുന്ന അവസ്ഥ എത്തിയപ്പോഴാണ് അദ്ദേഹം പൈസ കൊടുത്തത് കൂടെ മാത്രം എഴുതാം, ബാക്കിയൊന്നും എന്നോട് എഴുതാൻ പറയരുത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് മാണി സാറിന് പൈസ ഞാൻ കൊണ്ടുപോയി കൊടുത്തത് കൂടി അതിൽ സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്തിയതിനു ശേഷം അത് അവസാനിപ്പിക്കാൻ മറ്റു വിവരങ്ങളൊന്നും തന്നെ എഴുതിയെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. വ്യക്തമായിട്ടുണ്ടാവുമല്ലോ, മൊഴിയെടുത്ത ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫക്രുദ്ദീൻ, അല്ല, ഇതിൽ വളരെ കൃത്യമല്ലേ. ഇപ്പോൾ റിയാസ് പറഞ്ഞതും ബാബു പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഇത് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അത് നമ്മളിപ്പോൾ ചർച്ച നടത്തേണ്ട ആവശ്യമില്ല ഈ ഒരു വിഷയത്തിൽ. ഇതിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം KM മാണിയോട് ഞാനൊക്കെയാണ് മാണി രാജിവെക്കണം ഏറ്റവും കൂടുതൽ വാദിച്ച ഒരാൾ. മാണി രാജിവെച്ചു. എന്തുകൊണ്ട്? ഇപ്പം നേരത്തെ റിയാസ് പറഞ്ഞ പോലെ ഇതിലും വളരെ കൃത്യമായ തെളിവാണ് ബാബുവിൻ്റെ കാര്യത്തിലുള്ളത്. ബാബുവിനെ കണക്ട് ചെയ്തപ്പോൾ മറ്റു പല ആളുകളിലേക്കും ഇത് ലിങ്ക് ചെയ്തു പോയി. എന്തുകൊണ്ട് ബാബുവിനും മാണിക്ക് 2 നീതി? ഇവിടെ നമുക്ക് മാണിയുടെ കൂടെ നിന്നേ പറ്റുള്ളൂ. ഞാൻ ഇദ്ദേഹം നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിലും മാണിയുടെ കാര്യം വരുമ്പോൾ ഞങ്ങൾ 2 തട്ടി നിൽക്കുന്ന ആളാണ്. പക്ഷേ മാണിക്ക് കിട്ടാത്ത നീതി ഇവിടെ എന്തുകൊണ്ട് ബാബുവിന് കിട്ടുന്നത്? ഇവിടെയാണ് എനിക്ക് വേറെ ചില സംശയങ്ങൾ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടിന് എതിരായി കഴിഞ്ഞാലും ബാബു രാജിവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെള്ളാപ്പള്ളി ഉണ്ടാക്കി വലിയൊരു ഹൈപ്പുണ്ട് ഇവിടെ ഈഴവ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട്. സ്വാഭാവികമായിട്ട് ഈഴവ രാഷ്ട്രീയം CPM-ന്റെ മാത്രം കുത്തകയൊന്നുമല്ല. ഒരു 30% അല്ലെങ്കിൽ 20% വോട്ടെങ്കിലും കോൺഗ്രസ്സുകാർക്കും കിട്ടുന്നുണ്ട്, UDF-നും കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ബാബു ആ സമുദായത്തിൻ്റെ ഒരു ബാക്കിംഗ് കൂടി ബാബുവിനുണ്ട് എന്നൊരു പ്രതീതിയൊക്കെ വരുത്തി ബാബുവിനെ സംരക്ഷിക്കുക എന്നുള്ള UDF-നെ കോൺഗ്രസിനെ സംരക്ഷിക്കേണ്ട കോൺഗ്രസ് നിലനിൽപ്പിൻ്റെ അനിവാര്യതയാണ് എന്നൊക്കെയുള്ള ഒരു പ്രതീതി അന്തരീക്ഷത്തിലുണ്ട്. ഇതൊക്കെ പറയാതെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ട് കോൺഗ്രസിന് പ്രമുഖരായ പലരും നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് വരുന്നില്ല? അവർക്കറിയാം ബാബു രാജിവെക്കേണ്ട ആളാണ്. പക്ഷേ എന്താണ്, അത് ഇവിടെ വന്ന് പറയാൻ പറ്റില്ല. ആ മനസാക്ഷിക്ക് എതിരായിപ്പോവും. അല്ല, കോൺഗ്രസ് തന്നെ ഇപ്പോൾ പിന്നെ സുധീരൻ നേതൃത്വത്തിൽ കോൺഗ്രസ് ഉണ്ടായി വരുന്ന കുറച്ചുകൂടി ഭേദപ്പെട്ട കോൺഗ്രസ്സുകാരുടെ ഒരു വിങ് ഉണ്ട്. അവരുടെ നിലപാടിന് എതിരായിരിക്കും. ഇതെല്ലാം കൊണ്ടാണ് പലരും കരുതലോടമായി ഇദ്ദേഹത്തെ പോലെയുള്ള പാവങ്ങളെ പിടിച്ച് നിങ്ങൾ മുന്നിൽ ചർച്ച കിട്ടുകയും ചെയ്യുന്നത്. എന്തുകൊണ്ട് പ്രമുഖരായ ആരും വന്നില്ല? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. നിങ്ങൾ വിളിക്കാറ്റൊന്നല്ലല്ലോ, എനിക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പല രീതിയിൽ ബാബുവിന് അനുകൂലമായിട്ടുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ബാബുവിനെ സംരക്ഷിച്ച് നിർത്താനുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റെ ഇന്റേണൽ പൊളിറ്റിക്കലായിട്ടുള്ള മാറ്റേഴ്സിൻ്റെ. പിന്നെ മാണിക്ക് കിട്ടാതെ പോയി, മാണിക്ക് നീതി കിട്ടാതെ പോയി. മാണി കുറ്റക്കാരനല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മാണിയോട് കാണിച്ച പോലെയുള്ള അതേ സമീപനം തന്നെയാണ് ബാബുവിൻ്റെ എടുക്കുന്നത്. കുറച്ചുകൂടി സ്പെസിഫിക് ആണ് കേസ്. പക്ഷേ എടുത്തിട്ടില്ല എന്നുള്ളത് മാണിയോട് കാണിക്കുന്ന അനീതി കൂടി UDF-നോട് കാണിക്കുന്ന അനീതി കൂടിയാണ്. അല്ല, പക്ഷേ ശ്രീ ഫക്രുദ്ദീനകത്ത് ഒരു കാര്യം, ശ്രീ ബാബുവിൻ്റെ കേസിനകത്ത് വന്നിരിക്കുന്ന ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് 164 സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വളരെയേറെ എവിഡൻഷറി വാല്യൂ ഉള്ളതാണ്. നിയമത്തിൻ്റെ മുമ്പിൽ ഏറ്റവും സാങ്ക്ടിറ്റി ഉള്ളൊരു സംഗതിയാണ്. 164 സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഒക്ടോബർ 31 മാണി സാറിനെതിരെയുള്ള ആരോപണം ഉന്നയിച്ചതിന് ശേഷം 2 മാസം കഴിഞ്ഞ് ഡിസംബർ മാസത്തിൽ കോടതിയിൽ സ്വമേധയാ പോയി എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാമെന്ന് പറഞ്ഞു പോയി. ഒരു സമ്മർദ്ദത്തിനും ഇല്ലാതെ, ഒരു ഭീഷണിയും ഇല്ലാതെ സ്വതന്ത്രമായി കോടതിയിൽ മൊഴി കൊടുക്കുമ്പോൾ ആ മൊഴിയിൽ ഒരിടത്തും ബാബുവിൻ്റെ എതിരെയുള്ള ഇപ്പോൾ ഈ ആരോപണം ബാബുവിന് അദ്ദേഹം പണം കൊടുത്തുവെന്നോ, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നെന്നോ, ഇത്ര രൂപ ബാബുവിൻ്റെ ഞങ്ങളുണ്ടെങ്കിൽ കൊടുത്തെന്നോ, ഈ തരത്തിലുള്ള ആനുകൂല്യം കിട്ടിയെന്നോ എന്നൊരക്ഷരം ശ്രീ ബിജു രമേശ് 164 പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ബാബുവിന് വളരെ നിയമപരമായി ഒരുപാട് ഗുണം ചെയ്യാൻ പോകുന്നൊരു കേസാണ്. അതൊരു വശത്ത്. മറുവശത്ത് ഇന്നത്തെ QV ഇട്ടതിനകത്ത് കൂടി വലിയൊരു വേറൊരു സംഗതിയുണ്ട്. ഇതിനകത്ത് ശ്രീ ബിജു രമേശ് പ്രതിയാകാൻ പോവുക. കാരണം ബിജു രമേശ് ഉറപ്പായിട്ട് പ്രതി എന്നുള്ളതിനകത്ത് ബിജു തന്നെ കുറ്റസമ്മതം നടത്തിക്കൊണ്ടാണ് ഇതിനകത്ത് പ്രതിസ്ഥാനത്തേക്ക് പോകും. ബിജുവിനെതിരെ വേറെ തെളിവും സാക്ഷിയൊന്നും വേണ്ട. ബിജു എന്ന് പറയുന്നത് ഞാൻ കൊണ്ടുപോയി പണം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇന്നത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് ബിജുവിൻ്റെ പേരിൽ കേസെടുക്കുന്നതിനുള്ള യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരുപക്ഷെ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും ഒരാൾ ഇതിനകത്ത് ബിജു എങ്കിലും പ്രതിയാവും എന്നുള്ള കാര്യത്തിൽ. അല്ല, ബിജു പറയുന്ന ഒരു കാര്യം കൂടി, ബിജുവിനോട് ഈ ബാബുവായിട്ട് ബന്ധപ്പെട്ട വാദ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ചോദിക്കേണ്ട ഇൻസ്ട്രക്ഷൻ ചോദ്യം ചെയ്യലല്ല. 164 മജിസ്ട്രേറ്റിന് ചോദ്യം ചെയ്യലില്ല. അല്ല, മൊഴി കൊടുത്ത കാര്യം അത് ബിജുവിനോട് തന്നെ ചോദിച്ചിട്ട് ക്ലാരിഫൈ ചെയ്യാവുന്നതല്ല. 164 പ്രധാനമായും പറഞ്ഞത് 164-ൽ കെ ബാബുവിന്റെ പേര് പരാമർശിച്ചിട്ടില്ല എന്നൊരു വിഷയം തന്നെയാണ് ശ്രീ ആന്റണി രാജു ചൂണ്ടിക്കാണിച്ചത്. ശ്രീ ബിജു രമേശ്,
കൃത്യമായ വിജിലൻസിന് മൊഴി നൽകിയപ്പോൾ താങ്കൾ പറയുന്നുണ്ട് അവിടുന്ന് പ്രഷർ ഉണ്ടായിരുന്നു, കൃത്യമായ കാര്യങ്ങൾ എഴുതിയെടുക്കുന്നില്ലായിരുന്നു എന്ന കാര്യങ്ങളടക്കം. 164-ൽ എന്താണ് സംഭവിച്ചത്? അതാണ് ഒരു പരിധിവരെ ഒരു പക്ഷേ ബാബുവിന് ഗുണകരമാകുമെന്ന രീതിയിലേക്കൊക്കെ വായിച്ചെടുക്കുന്നത്. ശ്രീ ബിജു രമേശ്, അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈൻ കട്ടായതാണ്, അദ്ദേഹത്തിലേക്ക് തിരികെ എത്താം. അഡ്വക്കേറ്റ് പഴകുളം മധു, സംസാരിച്ചു വന്ന ഒരു വിഷയം അതുമായി കണക്ട് ചെയ്ത് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്ന് ആദ്യം മുതൽക്കേ തന്നെ മാണി പറയുന്നുണ്ട്. മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ ശേഷവും കൃത്യമായി തന്നെ അദ്ദേഹം എടുത്തു പറയുന്നതും അതുതന്നെയാണ് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ബാബുവിനെതിരായ കേസ് കൈകാര്യം ചെയ്ത രീതിയെയും ഇരട്ട നിയന്ത്രണ രീതിയെ കാര്യങ്ങളടക്കം പറയുന്നതും. ഇക്കാര്യത്തിൽ QVയെ സംബന്ധിച്ചാണ് ചർച്ച നടക്കുന്നത്. QVയിൽ എന്ത് തന്നെ നടന്നാലും അത് വസ്തുനിഷ്ഠമായി അന്വേഷിക്കാനും റിപ്പോർട്ട് കോടതി കൊടുക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ചുമതലയുണ്ട്. ആ ചുമതല നിർവഹിക്കുന്നതിൽ അവരെ ആരും തടയാൻ പോകുന്നില്ല. ബഹുമാന്യ ശ്രീ KM മാണിക്കെതിരായി QV നടത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകിയതുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തെ കൂട്ടിയോജിപ്പിക്കുന്ന രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിലാണ്. പക്ഷേ ഇതിനോടകം തന്നെ വലിയ വിമർശനങ്ങൾ ഏറ്റു നിൽക്കുന്ന വിജിലൻസ് തന്നെയാണ്. സുകേഷിന്റെ റിപ്പോർട്ട് വിളിച്ചു വരുത്തി കോടതിക്ക് പരിശോധിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ആ ഒരു സാഹചര്യമൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ സുകേഷ് റിപ്പോർട്ട് കൊടുത്തു, അദ്ദേഹത്തെ ആരും സ്വാധീനിച്ചായി അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല. വിജിലൻസിലെ ഒരു ഉദ്യോഗസ്ഥനും ഇതുവരെയായി ഗവൺമെന്റിലെ ആരെങ്കിലും തങ്ങളെ സ്വാധീനിച്ചായി പറഞ്ഞിട്ടില്ല. സ്വതന്ത്രമായി അവർക്ക് അന്വേഷണം നടത്താനും റിപ്പോർട്ട് എടുക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. ആ നിലപാട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ KPCCയിൽ നേതാക്കന്മാർ എന്ത് പറഞ്ഞു എന്നതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല. ഔദ്യോഗികമായി KPCCയുടെ നിലപാട് KPCC പ്രസിഡന്റും ബഹുമാന്യ നേതാക്കന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഉന്നത നേതാക്കന്മാർക്ക് ആർക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ യാതൊരു ഭയവുമില്ല. താങ്കളെപ്പോലെ പ്രമുഖനായ ഒരാളാണ് ഞാൻ എന്നുകൊണ്ടാണ് എന്നെ ഈ ചർച്ചയ്ക്ക് പാർട്ടി നിയോഗിച്ചത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഇതിലൊന്നും മറച്ചു വയ്ക്കാനില്ല. ഇത് അന്വേഷണം നടക്കട്ടെ. കുറ്റവാളികൾ പറയുന്ന വ്യത്യസ്തമായി ഇപ്പോൾ 164 സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ബഹുമാന്യ ശ്രീ ആന്റണി രാജുവോട് പറയുന്നുണ്ട്. ഒരു വാലിഡ് പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടും. അതിവിടെ സംസാരിക്കും, ആ വിഷയത്തിൽ സംസാരിക്കാനായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത്? ശ്രീ ബിജു രമേശ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എത്രയോ നാളുകളായി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയായി ഒരു അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പലരും പറയുന്നുണ്ട്, പല ഫോറങ്ങളിൽ നിന്ന് പലരും പറയുന്നുണ്ട്. അതായത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ക്ലിയർ ചെയ്യാം. ശ്രീ ബിജു രമേശ്, ഒന്ന് സുപ്രധാനമായ ഒരു വിഷയം എന്ന് പറയുന്നത് വിജിലൻസിന് ആദ്യം മൊഴി നൽകുന്ന ഘട്ടത്തിൽ താങ്കൾ കൃത്യമായി ഒരു കാര്യം കൂടെ ചോദിക്കാൻ ഞാൻ പറഞ്ഞിട്ട് ചോദിക്കുന്നത് നല്ലത്. അതായത് മാണിസാറിനെതിരെ ഒക്ടോബർ 31 രാത്രിയാണ് അദ്ദേഹം വെളിപ്പെടുത്തൽ നടന്നത്. പക്ഷേ അത് ആരോ കൊടുത്തു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ കേസിൽ അദ്ദേഹത്തിന് നേരിട്ട് കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കേസ്. പക്ഷേ ഒക്ടോബർ 31 രാത്രി മാണിസാറിനെതിരെ പറയുമ്പോൾ വല്ലവരും കൊടുത്ത കാര്യം പറഞ്ഞ അദ്ദേഹം നേരിട്ട് കൊടുത്ത കാര്യം അന്നും ചാനലുകൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ അന്നും പറഞ്ഞിട്ടില്ല, മജിസ്ട്രേറ്റിന് മുമ്പിൽ 164-ലും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ബാബുവിനെ സംബന്ധിച്ച് ബാബുവിന്റെ കേസിൽ ഒരുപാട് ബാബുവിന് ഗുണകരമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ശ്രീ ബിജു രമേശ്, താങ്കൾ കേട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ കേട്ടായിരുന്നു. പക്ഷെ അത് ഒക്ടോബർ 31 നമ്മൾ സംസാരിച്ച വിഷയം ബാബുവിനെ കുറിച്ചോ ബഡ്ജറ്റിനെ കുറിച്ചോ ലൈസൻസ് ഫീയില് വർധനവ് സമയത്ത് പൈസ മേടിച്ച വിഷയത്തെ കുറിച്ചോ ഒന്നുമല്ല സംസാരിച്ചത്. ഒക്ടോബർ 31 എന്താണ് ഇവിടെ മദ്യനയം ഈ പറയപ്പെടുന്ന ഗവൺമെന്റ് അങ്ങനെ ഒരു നയമില്ലെന്നും ഇങ്ങനെ ബാറുകൾ പൂട്ടാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കുകയാണ് ചെയ്തത്. ആ സാഹചര്യങ്ങൾ വ്യക്തമാക്കിയപ്പോഴാണ് മാണി സാർ ഈ ക്യാബിനറ്റിൽ വന്ന വിഷയവും ക്യാബിനറ്റിൽ വന്നപ്പോൾ മാണി സാർ 5 കോടി ചോദിച്ചു ഒരു മന്ത്രി ചോദിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപ കൊടുത്തു, ബാക്കി കൊടുത്തില്ല. അതുകൊണ്ട് സംഭവിച്ച വിവരങ്ങൾ എന്ന് മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അവർ ഈ തിരിച്ച് മാണി സാറല്ലാണെന്നുള്ളത് അവതാരിക പറയുകയും അതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് വിവരങ്ങൾ ചാനലുകളിൽ പറയുകയും ചെയ്തത്. അത് അന്നത്തെ വിഷയം വേറെ. പിന്നെ രണ്ടാമത് ഇവർ ഈ പറയപ്പെടുന്ന ആരോപണം എന്ന് പറയുന്നത് 10 കോടി രൂപ കൊണ്ടുപോയി ഈ ബാർ ലൈസൻസ് പുതുക്കാതിരിക്കുന്ന കുറയ്ക്കുന്നതിലേക്ക് വേണ്ടി ബാബുവിന് കൊടുത്തു എന്ന് മാണി സാറിന്റെ എതിരെയുള്ള 164-ൽ പറഞ്ഞ കൂട്ടത്തിൽ ഇതുമായി മാണി സാർ മാത്രമല്ല ഇതുമായി പൈസ മേടിച്ചിട്ടുള്ളത്, ബാബുവും മേടിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി അന്ന് ഞാൻ 164-ൽ പറയുകയാണ് ചെയ്തത്. അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോയതുമില്ല, കോടതി ചോദിച്ചതുമില്ല. 164-ൽ 10 കോടി രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് എൻക്വയറി വന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപാകെ ഞാൻ വളരെ വ്യക്തമായി കൊടുത്തതിന്റെ ഡീറ്റെയിൽസുകൾ ഞാൻ പറയുകയുണ്ടായി. 164-ൽ ബാബുവിന്റെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. കാര്യം ബാബുവിനെതിരെയുള്ള 164 അല്ല, KM മാണിക്ക് എതിരെയുള്ള അഴിമതികളെ കുറിച്ച് കൊടുത്ത സാമ്പത്തികങ്ങളെ കുറിച്ച് പറയുന്നതിലേക്ക് വേണ്ടിയാണ് വിജിലൻസിൽ നൽകിയ മൊഴി കോടതിയിൽ പറയണമെന്ന് വിജിലൻസ് ആവശ്യപ്പെട്ടത് കൊണ്ട് വിജിലൻസിൽ പറഞ്ഞിരിക്കുന്ന മാണിസാറിനെതിരെ പറഞ്ഞിരിക്കുന്ന മൊഴിയാണ് 164 കോടതിയിൽ പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത് KM മാണിക്ക് 1 കോടി രൂപ കൊടുത്തതുപോലെ തന്നെ
ബാർ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കാതിരിക്കുന്നതിലേക്ക് വേണ്ടി 2013 പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിൽ 30 ലക്ഷം രൂപ ആക്കുമെന്ന് പറയും. അതിനു വേണ്ടി 10 കോടി രൂപ കെ ബാബുവിനും കൊടുത്തിട്ടുണ്ട് എന്ന വിവരം കൂടി പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കോടതിയിൽ പറഞ്ഞിട്ടില്ല. അത് 25 കോടി രൂപയിൽ പല രീതിയിലായിട്ട് പല പ്രാവശ്യങ്ങളായി കൊടുത്തിട്ടുള്ള വസ്തുത ശരിയാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കെ ബാബുവിന്റെ 164 എടുക്കാനായിട്ട് കോടതി വിളിക്കലേക്ക് താങ്കൾ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തു എന്ന കാര്യവും പറയുന്നില്ല 164. ഇല്ല, അതിന് 10 കോടി രൂപയുടെ കാര്യം മാത്രമേ ഞാൻ മാണിസാറുമായി ബന്ധപ്പെട്ടതിൽ മാണിസാർ മാത്രമല്ല ബാബുവിനും 10 കോടി രൂപ നൽകിയിട്ടുണ്ട് എന്ന വിവരം കൂടി മാത്രമേ പറഞ്ഞുള്ളൂ. അത് പറഞ്ഞ കാര്യം 4 മണിക്കൂറായിട്ട് കോടതിയിൽ നിന്ന് മൊഴി പറയുകയാണ്. എനിക്ക് മൊഴി അവസാനിപ്പിച്ചാൽ മതിയെന്നായി. കാര്യം നിന്ന് എന്നെ കാല് തന്നെ മരവിച്ചു തുടങ്ങി. അതുകൊണ്ട് ഞാൻ ആ മൊഴി അവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ് ഞാനും ആഗ്രഹിച്ചത്. അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിലുകളിലേക്ക് ഞാൻ പോയിട്ടില്ല. അത് പോയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ബാബു പൈസ മേടിച്ചിട്ടില്ല എന്നോ അല്ലെ കൊടുത്തത് കള്ളമാണെന്നോ ഒന്നും ആകുന്നില്ല. അതിന്റെ ഡീറ്റെയിൽ അന്വേഷണം വരട്ടെ. ഞാനത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ എഴുതിയിട്ടുണ്ട്. ബാക്കി പറഞ്ഞത് ഒന്നും എഴുതാൻ തയ്യാറായില്ല. അത് ഇതിപ്പോ ഏതായാലും ഇന്നിപ്പോൾ വിജിലൻസ് കോടതിയുടെ ഈ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ വരുന്നതോടുകൂടി FIR എന്ന ഒരു തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയാൽ അത് താങ്കൾക്ക് കൂടി എതിരെ ആയിരിക്കും ഫയൽ ചെയ്യുക. തീർച്ചയായിട്ടും കക്കൂലി കൊടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ കുറ്റകരമാണ് എന്നെനിക്കറിയാം. അത് ആന്റണി രാജു കുറെ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന അതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൊടുത്ത പൈസ ഞാൻ മൂടി വെച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്റെ മനസാക്ഷിക്ക് പിന്നെ തോന്നി ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഞാൻ കൊടുത്തത് തുറന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥനോട് പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഇതിൽ എനിക്കുള്ള ഇൻവോൾവ്മെന്റ് പാർട്ടി ഞാൻ പറഞ്ഞത്. അത് എനിക്ക് കുറ്റം കിട്ടും. ഞാൻ തന്നെ എനിക്കെതിരെ ഒരുക്കുന്ന ആയുധമാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ചെയ്തത് തെറ്റാണ്. ആ തെറ്റ് ഞാൻ ഏറ്റുപറയാൻ പൊതുസമൂഹത്തോടും നീതിപീഠത്തോടും കോടതിയോടും അന്വേഷണ ഉദ്യോഗസ്ഥനും ഏറ്റുപറയാൻ തയ്യാറാണ്. അതുകൊണ്ട് വരുന്ന എന്ത് ശിക്ഷ കോടതി തന്നാലും ഞാനത് കൈനീട്ടി സ്വീകരിക്കാനും തയ്യാറാണ്. ഞാൻ അപ്പീൽ പോകത്തുമില്ല. ആ ശിക്ഷ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് മാനസികമായ ഒരു പ്രിപ്പറേഷൻ എടുത്തതിന് ശേഷം തന്നെയാണ് ആ സത്യം ഞാൻ തുറന്നു പറഞ്ഞത്. ഇതിൽ ഞാനും ഇൻവോൾവ്മെന്റ് ആണ്. ഞാനും കൂടെ കൊണ്ടുപോയി കൊടുത്തതിൽ കൊടുക്കുന്ന അസോസിയേഷന് വേണ്ടി ഞാൻ തന്നെ കൊണ്ടുപോയി 50 ലക്ഷം രൂപ. ഒരു പക്ഷേ ശ്രീ ബിജു രമേശ്, ഈ 164-ൽ കൃത്യമായി ബാബുവിന്റെ പേര് പറയേണ്ടതായിരുന്നു എന്ന് എന്തായാലും ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ താങ്കൾ ചിന്തിക്കുന്നുണ്ടാകാമെന്ന് കരുതുന്നു. 164-ൽ ബാബുവിന് 10 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, താങ്കൾ നേരിട്ട് നൽകിയെന്ന് പറയുന്നില്ല. ഞാൻ ആരൊക്കെ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ള പൂർണ്ണ വിവരത്തിലേക്ക് അത് പോയിട്ടില്ല. 10 കോടി രൂപ ബാർ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടി 30 ലക്ഷം രൂപ ആക്കുമെന്ന് ശ്രീ കെ. അതൊക്കെ ഇനി QV നടത്തുമ്പോൾ കൃത്യമായി നിരീക്ഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോവുകയാണ്. ഏതായാലും ഇവിടെ ഇത്തരത്തിൽ ഒരു കൃത്യം നടന്നിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ താങ്കൾക്ക് അടക്കം എതിരെ കേസ് വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള മറ്റു മന്ത്രിമാരുണ്ട്. നേരത്തെ തൊട്ട് താങ്കൾ ആവർത്തിച്ച് അത്തരം സൂചനകൾ നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൃത്യമായ തെളിവുകൾ അടക്കം ഇതിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അടക്കം ഉണ്ടാകും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ. തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങൾ കൂടി പറയാനായിട്ട് നമ്മൾ പറഞ്ഞാൽ കേസെടുത്ത സത്യസന്ധമായ അന്വേഷണം വരുമെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ഓരോരുത്തരുടെ പേര് പറയുകയും അവരെനിക്കെതിരെ സിവിലായും ക്രിമിനലായും കേസുകൾ കൊടുക്കുകയും തെളിയിക്കാൻ കഴിയില്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. കെ ബാബുവിനെതിരെ പറഞ്ഞപ്പോൾ തന്നെ കെ ബാബു എനിക്കെതിരെ സിവിലായിട്ട് ക്രിമിനലായിട്ട് കൊടുത്തിട്ടുണ്ട്. മാണി സാർ 10 കോടി ആവശ്യപ്പെട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളവരെ വാങ്ങിച്ച പൈസയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കെതിരെ കേസുകൾ കൊടുത്ത് നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് അതിന്റെ അണ്ടറിൽ കൊണ്ടുവന്ന് എന്റെ കെട്ടിടം തന്നെ പൊളിക്കാനുള്ള നീക്കമാണ് ഗവൺമെന്റ് ഭാഗത്ത് നടത്തിയപ്പോൾ നമ്മളെ സമ്മർദ്ദത്തിലാക്കിയാണ്. അപ്പോഴാണ് ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് പഠിച്ചത്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 4 വർഷത്തിനുള്ളിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേരിൽ 954 കോടി രൂപയാണ് എഴുതി കളഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്ത് ഡിസാസ്റ്ററാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്? അപ്പം അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേരിൽ പൈസ ചെലവായി കഴിഞ്ഞാൽ ഓഡിറ്റില്ല, അതിന് ടെൻഡർ വിളിക്കേണ്ട. ഇത് ഏറ്റവും വലിയൊരു അഴിമതിയാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിലൂടെ കേരളത്തിൽ കഴിഞ്ഞ 4 വർഷമായി നടത്തിയിട്ടുള്ളത്. 954.85 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ശ്രീ മുഹമ്മദ് റിയാസ്, ഇത്തരത്തിൽ ഉള്ള നടപടികൾ ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നത് വളരെ സുപ്രധാനം തന്നെയാണ്. കാരണം ബിജു രമേശ് ഇത്രയും സ്റ്റേണായി നിൽക്കുന്നെങ്കിലും ഇതിനോടകം വലിയ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് പറഞ്ഞ പലരും, വെളിപ്പെടുത്തൽ നടത്താനായി രംഗത്ത് വന്ന പലരും പിന്മാറിയ അവസ്ഥയുണ്ട്. ബിനോയ്ക്ക് ഇതിൽ കൂടുതൽ ആളുകളുടെ പേരുകൾ പറയാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ ബിജു രമേശ് പറഞ്ഞിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും പിന്നീട് കണ്ടുമില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് കെ ബാബുവിന്റെ കേസിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ QV എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ കൂടി പരിശോധിച്ച് വേണ്ടേ അതിനെ നിരീക്ഷിക്കാൻ?
ഒന്ന്, വിജിലൻസ് നീതിപൂർവ്വം നിഷ്പക്ഷമായി ഇടപെടണം. ഇടപെട്ടിട്ടില്ലെങ്കിൽ അത് കൂടുതൽ പ്രയാസത്തിലേക്ക് എത്തും, സമൂഹത്തിൽ കടുത്ത പ്രതിഷേധം വരും. ഇവിടെ ശ്രീ ബിജു രമേശ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, നാർക്കോ അനാലിസിസ് അഥവാ നുണ പരിശോധനയ്ക്ക് തയ്യാറാണ്. ഇവിടെ UDF പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തിയോട് ഇപ്പോൾ ചോദിക്കുന്നു, നേരത്തെ ഞങ്ങൾ കോൺഗ്രസിൻ്റെ വക്താക്കളോട് ചോദിച്ചു, ശ്രീ ബാബു നുണപരിശോധനയ്ക്ക് തയ്യാറാകുമോ, എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഇങ്ങനെ ഒരു മൊഴിയാണെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഈ ചോദ്യം പ്രസക്തമാണ്. മറ്റൊന്ന്, ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ക്വിക്ക് വെരിഫിക്കേഷൻ അല്ലാതെ പ്രാഥമിക അന്വേഷണം നടത്താനുള്ള വ്യഗ്രത എന്തിനു വിജിലൻസ് കാട്ടി? ശ്രീ ബാബുവിനെ ഒഴിവാക്കാനുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടല്ലേ? അതല്ലെങ്കിൽ പിന്നെ എന്തിനു വീണ്ടും ഇപ്പം ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തി? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു 6 ചോദ്യങ്ങളുണ്ട്. 6 ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഈ മന്ത്രിമാർക്ക് ധൈര്യം വരികയാണ്. ശ്രീ ബാബു ഉൾപ്പെടെയുള്ള കേരളത്തിലെ മന്ത്രിമാർക്ക് എന്ത് വൃത്തികേട് ചെയ്യാനും അഴിമതി നടത്താനും ധൈര്യം വരികയാണ്. ഈ ധൈര്യം എവിടുന്ന് കിട്ടുന്നു? അത് അവരെ നയിക്കുന്ന മുഖ്യമന്ത്രി നൽകുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ശ്രീ ഉമ്മൻചാണ്ടി ഇരുന്നു കൊണ്ട് തൻ്റെ സഹപ്രവർത്തകരോട് ധൈര്യപൂർവ്വം കട്ടോളൂ എന്ന സന്ദേശം നൽകുന്നു. ഇതാണിന്ന് കേരളം നേരിടുന്ന പ്രശ്നം. ഇവിടെ ശ്രീ ബാബുവിന് ഉൾപ്പെടെ കിട്ടുന്ന ധൈര്യം ഇതാണ്. എന്ത് വൃത്തികേട് ചെയ്താലും എന്ത് അഴിമതി നടത്തിയാലും അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊള്ളാം എന്ന ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇവിടെ ശ്രീ ബാബു അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കൂടി വേണ്ടിയാണ് ഇതൊക്കെ നടത്തിയത് എന്നുള്ള അഭിപ്രായം വ്യാപകമാണ്, ശക്തമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളുള്ള സമയത്ത് ഈ ഉന്നയിക്കപ്പെട്ട വിഷയത്തിൻ്റെ ഭാഗമായിട്ട് മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എങ്ങനെ ഒരു അന്വേഷണം നടത്താൻ പറ്റും? അപ്പോൾ ശ്രീ ബാബു രാജിവെക്കണം. ഇത് ന്യായമാണ്, ഇത് നാട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരു ജനാധിപത്യ മര്യാദ ലവലേശമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ രാജിവെച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തണം. യെസ്, ഏതായാലും അതിലുള്ള മറുപടിയിലേക്ക് വരാം. ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞു നിർത്തിയ ആ അഴിമതി എന്നൊരു വിഷയം ഇന്നിപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സർക്കാരിനെതിരെയുള്ള വലിയൊരു വിമർശനവുമായി DGP ജേക്കബ് തോമസ് കൂടി രംഗത്തെത്തിയ ഒരു സാഹചര്യം കൊണ്ട് അവിടെ കൂടെ നിന്ന് വേണം ഈ സാഹചര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ നിരീക്ഷിക്കാൻ. അദ്ദേഹം പറഞ്ഞ ഒരു സുപ്രധാനമായ കാര്യം, അഴിമതി വിരുദ്ധ ചടങ്ങ് സംഘടിപ്പിച്ച് ഉമ്മൻചാണ്ടി ഈ വർഷം കണ്ടില്ല തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ ശ്രീ പഴകുളം മധു, തുടർച്ചയായി ഇത്തരം അഴിമതി ആരോപണങ്ങൾ വന്നു നിൽക്കുന്നു. മണിയുടെ വിഷയത്തിൽ ആ വിധത്തിൽ കാര്യങ്ങൾ നീങ്ങി അദ്ദേഹം രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. സോളാർ അടക്കമുള്ള വിഷയങ്ങൾ ഇന്നിപ്പോൾ കെ ബാബുവിനെതിരെ കൂടുതൽ കുരുക്കുമുറുകുന്നു. ശ്രീ ബിജു രമേശ് പറയുന്നു കൂടുതൽ ആളുകളുടെ പേരുകൾ ഇനിയും പുറത്തു വരും, അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് മുൻപാകെ എത്തും എന്ന തരത്തിലൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നുകൂടി കോൺഗ്രസ് UDF രാഷ്ട്രീയത്തെ നിരീക്ഷിക്കേണ്ടതുണ്ട്. അഴിമതി ആരോപണം ഇന്നലെ ഉണ്ടായിട്ടില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ഡേ 1 തൊട്ട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPM എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോയതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് അസ്വസ്ഥരാണ്. അവർക്ക് ജനങ്ങളോടൊന്നും ബോധ്യപ്പെടുത്താനില്ല. അവർ ചെയ്യുന്ന സമരങ്ങൾ, അവരുടെ വാദമുഖങ്ങൾ, അവരുടെ ഘോരമായ പ്രശ്നങ്ങൾ, ഇതൊന്നും അവർക്ക് അവരെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മതി. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു, ജനങ്ങൾ എന്ത് വിചാരിക്കും എന്നൊന്നും ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇതപ്പരെയൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇത് തുറന്നുകൊണ്ട് പോകാം. അവർക്ക് ഏതെങ്കിലും ഒരു മന്ത്രിയെ പിടിക്കാം, ഒരു MLA പിടിക്കാം, ഒരു ഗവൺമെന്റിനെ പിടിക്കാം, ഒരു ഉദ്യോഗസ്ഥനെ പിടിക്കാം. യാതൊരു ന്യായീകരണവും ഇല്ലാതെ ഈ ഗവൺമെന്റിനെതിരെ എത്രമാത്രം ആരോപണം ഉന്നയിച്ചു. കോടതി തെളിയിക്കപ്പെട്ടോ? കുറ്റം ഉന്നയിച്ചവർ പിന്നീട് അവരെ ആരും നമ്മൾ കണ്ടിട്ടുണ്ടോ? ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പുകളിൽ അത് വിലയിരുത്തപ്പെട്ടിട്ടില്ലേ? ജനങ്ങൾ സ്വീകരിച്ചോ? ഇതൊന്നുമില്ല. ബഹുമാനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, അദ്ദേഹത്തെ പിടിക്കുക, മന്ത്രിമാരെ പിടിക്കുക, ഇത് ഇലക്ഷൻ ഇയറാണ്. ഇനിയിപ്പോൾ ഇത് നീണ്ടുകൊണ്ട് പോകും. ഈ ബാർ കോഴ തന്നെ എന്ന് തുടങ്ങിയതാണ്. ശ്രീ ബിജു രമേശ് പറഞ്ഞ എത്ര ചർവിതമാണ്. എത്രയോ നാളെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നവരും വീണ്ടും പുതുതായൊരു തെളിവില്ല, പുതുതായ ആരോപണമില്ല. ഗവൺമെന്റിനെ മുൾമുനയിൽ നിർത്താൻ, ഗവൺമെന്റിനെതിരെ ആരോപണം ഉന്നയിക്കാൻ, മന്ത്രിമാരെ കൊടുക്കാൻ പുതുതായി ഒന്നും പറയാനില്ലാത്ത വെറുതെയുള്ള ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുകയാണ്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരാൾ പറയുകയാണ്, കെ ബാബു നാർക്കോ അനാലിസിസ് ടെസ്റ്റ് തയ്യാറാണോ എന്ന് ചോദിച്ചാൽ അന്ന് അദ്ദേഹം തയ്യാറായി പത്രസമ്മേളനം നടത്തേണ്ട ആവശ്യമൊന്നും കേരളത്തിലില്ല. ഇതുമായി ബന്ധപ്പെട്ട കോടതിയിൽ കേസുണ്ടല്ലോ, വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നു. അന്വേഷിക്കട്ടെ, തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, ആർക്കെതിരെയും കേസ് വരട്ടെ, നേരിടാൻ UDF ഗവൺമെന്റ് തയ്യാറാണ്. ഇത്ര ഉറപ്പുണ്ടെങ്കിൽ റിയാസ് ചോദിച്ച പോലെ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് വേണ്ട, ഒരു നുണ പരിശോധനക്ക് ഒന്ന് വിധേയനായിക്കൂടെ? ഒന്നാമത്തെ കാര്യം. ഇതുകൂടി പറഞ്ഞേ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊക്കെ തന്നെ LDF-നോട് കുറച്ച് എന്താ പറയുക ചെറിയൊരു ഇഷ്ടക്കുറവുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഇത്രമാത്രം മാന്യന്മാരായി പോയി എന്നുള്ളതാണ്. ഈ ഗവൺമെന്റിനെ മറച്ചിടാൻ വേണ്ടി യാതൊരു സമയം LDF നടത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ
പിന്നെ ഈ ചാക്കിട്ട് കൊടുത്ത അങ്ങനെയുള്ള മാന്യമായിട്ടുള്ള ചില സമരങ്ങൾ നടത്തിയെന്നല്ലാതെ ഇത് ഗവൺമെൻറ് കേരളത്തിന് ശാപമാണെന്ന് കണ്ട അതിനെ മറച്ചിടാനുള്ള നടത്താമായിരുന്ന ശ്രമങ്ങൾ എന്ന് വെച്ചാൽ ഒരു പക്ഷേ ചില കക്ഷികളെ വരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. പക്ഷേ അങ്ങനെ അധാർമികമായിട്ടുള്ള ഒരു നീക്കം ശ്രീ ഫക്രുദ്ദീനും ശ്രീ റിയാസും ഒക്കെ ഇവിടെ എന്തുകൊണ്ട് നുണപരിശോധനയ്ക്ക് വിധേയനാകുന്നില്ല? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ നുണപരിശോധന എന്ന് പറഞ്ഞൊരു സാധനത്തിന് നിയമപരമായി എന്തെങ്കിലും വിലയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, അതുകൊണ്ട് നിയമത്തിന്റെ പിൻബലമില്ലാത്ത, നിയമപരമായി ഒരു ഗുണവും ചെയ്യാത്ത ഒരു നുണപരിശോധനയ്ക്ക് ആൾ വിധേയനാകണം, ഒരു മന്ത്രി വിധേയനാകണം എന്ന് പറഞ്ഞാൽ അതിൽപ്പോൾ ഒരു അവകാശമായ ഡിമാൻഡുണ്ടോ? അതുപോലെ ഇവിടെ പറഞ്ഞു അഴിമതിയിലങ്ങ് മുങ്ങിക്കുള്ളി. ഞാൻ ചോദിക്കട്ടെ, ഈ അഴിമതി കഴിഞ്ഞ 5 വർഷക്കാലമായി ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് തെളിവ് നിരത്തിയ ഒരു മന്ത്രിയെ പ്രതിയാക്കി ശിക്ഷ കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു ചാർജ് ഷീറ്റെങ്കിലും ഒരാൾക്കെതിരെ കൊടുക്കാൻ ഈ 5 കൊല്ലത്തിൻ്റെ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, സുപ്രധാനമായ അഴിമതി ആരോപണമാണല്ലോ ഇവിടെ പിന്നെ സോളാറും അതുപോലെ തന്നെ ബാർക്കോഴയും. ഈ 2 ആരോപണങ്ങൾ അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ നടന്ന ജനവിധിയിൽ, ജനകീയ കോടതിയിലെല്ലാം തന്നെ ജനങ്ങളുടെ നിലപാടെന്താ? ഈ ആരോപണങ്ങൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതാ വരിക നാളെ വളരെ ക്രൂഷ്യലാ സൗമ്യ, 10-ാം തീയതി ഉമ്മൻചാണ്ടിയുടെ പേർക്ക് ഒരു CD ഞങ്ങൾ ലൈംഗിക വീഴ്ചയെക്കുറിച്ച് പ്രചരിപ്പിക്കും, ഞങ്ങൾ ഹാജരാക്കേണ്ട ദിവസമാണ് നാളെ. അതും കേട്ടുകൊണ്ട് കാള പെറ്റെന്ന് കേട്ടപ്പോൾ കയറെടുത്ത പോലെ റിയാസിൻ്റെ പാർട്ടി മറ്റന്നാൾ മുതൽ ഈ ഉമ്മൻചാണ്ടി രാജിവെക്കാനുള്ള സമരത്തിലേക്ക് പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നാളെ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണത്തിൻ്റെ പേരിൽ ഉള്ള CD ഹാജരാക്കിയില്ലെങ്കിൽ ഈ ഇടതുപക്ഷം കേരള സമൂഹത്തോട് മാപ്പ് പറയുമോ? ഞങ്ങളൊരു കാര്യം പറയാം, ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന രീതിയിലുള്ള CD ഹാജരാക്കിയാൽ ഉമ്മൻചാണ്ടി രാജിവെക്കും. അല്ലെങ്കിൽ പ്രതിപക്ഷം, ഇടതുപക്ഷം ഈ ബിജു രാധാകൃഷ്ണൻ്റെ വാക്കും കേട്ടുകൊണ്ട് എടുത്തു ചാടി സമരത്തിലേക്ക് പുറപ്പെട്ട, പണ്ട് സരിതയുടെ വാക്കും കേട്ട് സോളാർ സമരത്തിലേക്ക് പുറപ്പെട്ടതുപോലെ മറ്റന്നാൾ സമരം വച്ചിരിക്കുന്ന ഇടതുപക്ഷം ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് പിന്നെ പറയാൻ പ്രതിപക്ഷം തയ്യാറാണ്. ശ്രീ മുഹമ്മദ് റിയാസ്, അതിനുള്ള മറുപടി. ഒന്ന്, ശ്രീ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറഞ്ഞത് ഈ CD ബിജു രാധാകൃഷ്ണൻ CD പ്രശ്നമൊന്നും വെച്ചിട്ടില്ല, അതിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ CD പ്രശ്നം പോലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ പറയേണ്ടതെന്ന് വിചാരിച്ചു, പക്ഷേ അദ്ദേഹം അത് എടുത്തിട്ടു. അത് അദ്ദേഹത്തിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി അത് ഈ ചർച്ചയിൽ വരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാവാം അദ്ദേഹം അത് പറഞ്ഞത്. ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നുള്ളത് ബിജു രാധാകൃഷ്ണൻ്റെ ഈ CD-യും മറ്റു പല വെളിപ്പെടുത്തലുകളുമായി പറയുന്നതിന് മുമ്പേ പല വിഷയങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിൽ പല കാര്യങ്ങളും സംശയമുണ്ടല്ലോ. പല കാര്യങ്ങളും മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പവും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫുമായുള്ള അടുപ്പമൊക്കെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധി എഴുതിയെന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ വിധി എല്ലാവർക്കും അറിയുന്നതല്ലേ? അങ്ങനെയാണോ ജനങ്ങൾ വിധി എഴുതിയത്? അപ്പൊ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കല്ലേ വിളിക്കാൻ ധനകാര്യമന്ത്രിക്കല്ലേ അധികാരം? അല്ല, ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞപ്പോ ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ. പ്രീ ബഡ്ജറ്ററി മീറ്റിംഗ് വിളിക്കാൻ ധനകാര്യമന്ത്രിക്കല്ലേ അധികാരം? അത് വിളിച്ചതാണെന്ന് ബാബു എങ്ങനെ ആദ്യം പറയുക? രണ്ടാമത്തത്, പ്രീ അബ്കാരി പോളിസി മീറ്റിംഗിൽ എങ്ങനെ മദ്യ ഉടമകളെ വിളിക്കുക? അവിടെ മദ്യ ഉടമകളെ വിളിച്ച് നടത്തുന്ന ഒരു മീറ്റിംഗ് ആണോ? അതിലെങ്ങനെയാണ് കുറക്കുമെന്ന് പറയും, കുറക്കില്ലെന്ന് പറയാം, പിന്നെ കുറക്കുക? ഇങ്ങനെയുള്ള കുറെ സംശയങ്ങൾ ഞാൻ ചോദ്യമായി വന്നത് എൻ്റെ മാത്രം സംശയമോ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് മാത്രം സംശയമല്ല, ജനങ്ങൾക്കുള്ള സംശയമാണ്. അതിനാണല്ലോ നിങ്ങൾ ഉത്തരം പറയേണ്ടത്. അതിന് ഉത്തരം പറയുന്നതിന് പകരം അത് ജനാധിപത്യപരമായി അത് ഗുണകരമല്ല. CPM-ന് മാത്രമാണോ സംശയം? CPM-ന് മാത്രമുള്ള സംശയമാണോ? ഈ വിഷയങ്ങൾ, ഈ സോളാർ ആയാലും ഈ ബാറുകോഴയായാലും വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ CPIM-ന്റെ മാത്രം ഒരു സംശയമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ജനങ്ങൾ ആരും ഇതൊരു സംശയം കാണുന്നില്ല. സോളാറിന്റെ പേരിൽ കഴിഞ്ഞ 2-3 കൊല്ലക്കാലം കേരളമാകെ സമരം നടത്തി, സെക്രട്ടേറിയറ്റ് ആകെ വളഞ്ഞ് സ്തംഭിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം സമരവും കൊണ്ട് ഊരിക്കൊണ്ട് പോകേണ്ട ഗതികേട് വന്നില്ലേ? അതിനുശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സോളാർ സമരമാണല്ലോ ജനങ്ങളുടെ മുമ്പിൽ വിലയിരുത്തപ്പെട്ടത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്തുണ്ടായി? നിങ്ങൾക്ക് പ്രതീക്ഷിച്ച, നിങ്ങൾക്ക് വിജയം ഉണ്ടായി, അവിടെയും ഐക്യജനാധിപത്യത്തിലല്ലേ വിജയിച്ചത്? അപ്പൊ സമരത്തിൽ അവിടെ രാജിവെച്ച് പോകാത്ത നിങ്ങളുടെ നിലപാടാണ് തെറ്റിയത്. ഇപ്പൊ നാട് തിരിച്ചറിയുന്നു.
അതിൽ ജനാധിപത്യപരമായ മര്യാദ പാലിക്കാത്ത നിങ്ങളുടെ നിലപാട് തെറ്റായിരുന്നുവെന്ന് സംഭവം വർത്തമാനകാല സംഭവങ്ങൾ തെളിയിക്കുന്നു. സമരങ്ങൾ നിങ്ങളുടെ നിലപാട് തെറ്റായെന്ന് ശരിയായിരുന്നു. ബോധ്യപ്പെട്ടുകൊണ്ട് ബാരകോഴയിൽ സമരം ഞങ്ങളുടെ നിലപാട് ശരിയായിരുന്നു. ഇവിടെ മൂന്നാല് അത് ശ്രീ മാണി കാര്യങ്ങൾ. രാജിവെച്ചല്ലോ. എന്തിനാ പിന്നെ മാണി രാജിവെക്കാൻ? മാണി രാജ്യത്ത് നിങ്ങളുടെ സമരം കൊണ്ടല്ല, അല്ല, നിങ്ങളുടെ ഭാഗത്ത് നിയമപരമായി ഇത്ര രാജിവെക്കേണ്ട കാര്യമില്ല, മറിച്ച് അപ്പൊ കോടതിയോടുള്ള ബഹുമാനം കൊണ്ട്, കോടതി പണം വാങ്ങി എന്ന് പരാമർശത്തിന്റെ പറഞ്ഞ പേരിൽ സാക്ഷിയേക്കാൾ ഇപ്പം കോടതിയോടുള്ള നേരിട്ട് ബഹുമാനം കൊണ്ട് ബാബു മാത്രം രാജിവെക്കട്ടെ. റിയാസിന്റെ പാർട്ടിയുടെ അപ്പൊ സമരം കണ്ടുകൊണ്ടോ ജനാധിപത്യ ഇടതുപക്ഷത്തിന്റെ മര്യാദ സമരം കൊണ്ടോ അല്ല പാലിക്കാതെ രാജിവെച്ചത്. ആധാർ- രാജിവെക്കാൻ തയ്യാറാകുന്നില്ല. അല്ല, ബാബുവിന്റെ പേരിൽ കേസില്ലല്ലോ. പകരം സമരം ബാബുവിന്റെ ചെയ്യുന്നതാണ് തെറ്റെന്ന് പറയും. കേസില്ല, എഫ്ഐആറിലല്ലോ. ഇവിടുത്തെ ന്യായ സമരം അഴിമതിക്കെതിരെ സമരം അല്ല, ചെയ്ത അതെനിക്കറിയില്ല. ആളുകൾക്ക് അത് അഴിമതിയായിട്ട് അള്ളിപ്പിടിച്ചിരിക്കുന്ന മന്ത്രിമാർ ചെയ്യുന്ന ജനാധിപത്യ മര്യാദ പാലിക്കാത്തതാണ്. Yes, വളരെ വേഗവത്തനമായി ശ്രീ ആന്റണി രാജു, ഒരു പക്ഷേ കെ എം മാണിയുടെ വിഷയത്തിൽ പ്രതിരോധിച്ച് നിന്നതുപോലെ തന്നെ നേരത്തെ ഇവിടെ സംസാരിക്കുന്നതിനിടയിൽ വന്നൊരു പരാമർശമാണ്. ആ വിധത്തിൽ പ്രതിരോധിച്ച് നിൽക്കാൻ കോൺഗ്രസിന് ഈ വിഷയത്തിൽ കഴിയാതെ പോകുന്നുണ്ടോ? പലപ്പോഴും ഒരുപക്ഷെ സുധീരൻ രാഷ്ട്രീയം, ഒപ്പം തന്നെ മറ്റു ഗ്രൂപ്പ് രാഷ്ട്രീയം ഒക്കെ തന്നെ ബാബുവിനെ കാര്യത്തിൽ ആ വിധത്തിൽ കൈകാര്യം ചെയ്യണ്ട എന്നൊരു പൊതുവായ ധാരണയുണ്ട് എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. അല്ല, അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരുപക്ഷെ ഇത് ബാബുവിനെതിരെയുള്ള ആരോപണം അവരത്ര ഗൗരവമായിട്ട് എടുക്കുന്നില്ല. കാരണം ഈ ആരോപണത്തിൽ കഴമ്പില്ല എന്നോ, അല്ലെങ്കിൽ ഈ ആരോപണം തെളിയിക്കപ്പെടില്ല എന്നുള്ള ഉറച്ച ആത്മവിശ്വാസമോ, അല്ലെങ്കിൽ ഈ അന്വേഷണം ഒരു ഘട്ടം പൂർത്തിയായ സ്ഥിതിക്ക് ഇനിയൊന്നും സംഭവിക്കാനില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമായിരിക്കാം ഒരുപക്ഷെ ഇത് ഇത്രയൊക്കെ ഡിഫെൻഡ് ചെയ്താൽ മതി. മാത്രമല്ല ശ്രീ മധു വന്നിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ട് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഈ ഡിഫൻസ് മതിയെന്ന് തോന്നിയോണ്ടായിരിക്കാം അവരെ സംബന്ധിച്ച് ഇത്ര ഒരു സമീപനം സ്വീകരിക്കുന്നത്. കോടതിയാണ് ഇടപെട്ടിരിക്കുന്നത്. ലീഗൽ വിഷയങ്ങൾ വളരെ കൃത്യമായി തന്നെ പരിഗണിക്കപ്പെടും. അല്ല, QV കഴിയുമ്പോൾ ജനുവരി 23-ം തീയതി വളരെ ക്രൂഷ്യലാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടിൽ കോടതി എടുക്കാൻ പോകുന്ന ജുഡീഷ്യൽ സ്ക്രൂട്ടനി, അതിപ്പോൾ ബാബുവിന് എതിരായിട്ടാണെങ്കിലും അനുകൂലമായിട്ടാണെങ്കിലും കോടതിയുടെ മുമ്പിൽ ഇനി വരാൻ പോകുന്നത്, ഇനി പോലീസുകാർക്ക് ഏകപക്ഷീയമായി തീരുമാനിക്കാൻ കഴിയില്ല, അന്വേഷണ ഉദ്യോഗസ്ഥന് ഏകപക്ഷീയമായി തീരുമാനിക്കും. ഇനി ജുഡീഷ്യൽ സ്ക്രൂട്ടനിക്കാണ് വരുന്നത്. ഈ റിപ്പോർട്ട് കോടതിയാണ് പരിശോധിക്കുന്നത്. ഇനി കോടതിയാണ് തീരുമാനിക്കാൻ പോകുന്നത് ഈ ബാബുവിനെതിരെയുള്ള ആരോപണത്തിൽ എന്ത് ആയിരിക്കുമുള്ള നിയമപരമായി നടക്കാൻ പോകുന്ന സംഗതി. അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അത് 23-ാം തീയതി കോടതി എടുക്കാൻ പോകുന്ന നിലപാടിനെ ആശ്രയിച്ചിട്ട്. അവിടെയാണ് ശ്രീ മധു അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? യാതൊരു ആശങ്കയും ഇക്കാര്യത്തിലില്ല, ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ല. കാരണം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലെല്ലാം ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മന്ത്രിമാർക്ക് ഇതിലുള്ള ഇൻവോൾവ്മെന്റിനെ സംബന്ധിച്ച് പരാതി വന്ന സന്ദർഭങ്ങളിലെല്ലാം കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെന്റിനെ പോലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അതെന്തായാലും ബാബുവിനെതിരായാലും അനുകൂലമായാലും അതിന് മേൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം കോടതിയുണ്ട്. അത് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, QV എന്താണ്, പുതുതായി ഏതെങ്കിലും തെളിവുണ്ടെങ്കിൽ കൊടുക്കട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പ്രാഥമിക അന്വേഷണവും QVയും രണ്ടാണ്. പിന്നെ വിജിലൻസ് മാനുവലിന് പ്രകാരം അതിലൊന്നും യാതൊരു പ്രസക്തിയില്ല. എന്താണ് പ്രസക്തമായ കാര്യം? മന്ത്രി ബാബുവിനെതിരായി ഇതിൽ തെളിവുണ്ടോ? പുതുതായി തെളിവുണ്ടോ? അദ്ദേഹത്തിനെതിരായി ബഹുമാന്യ ശ്രീ KM മാണിക്കെതിരായി വന്ന ആരോപണ സമയത്ത് തന്നെ കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നു. അന്ന് ശ്രീ K ബാബുവിനെതിരായി യാതൊരു തെളിവുമില്ല എന്ന് കണ്ടെത്തിയ വിജിലൻസ് ആണ് കോടതി അദ്ദേഹത്തിനെതിരായി റിപ്പോർട്ട് കൊടുക്കാതിരുന്നത്. എന്ത് തെറ്റെന്താ? അതൊരു അന്വേഷണം. ഇപ്പൊ ഗവൺമെന്റ് ആവശ്യപ്പെട്ട അന്വേഷണമല്ല, ഏതോ ഒരു സ്വകാര്യ വ്യക്തി കോടതിയിൽ കൊടുത്ത് കോടതി ഏത് അടിസ്ഥാനത്തിലാണ് വീണ്ടും QV നടത്താൻ ആവശ്യപ്പെട്ടത് എനിക്കറിയില്ല. വീണ്ടും QV നടത്താൻ ആവശ്യപ്പെട്ടത് എനിക്കറിയില്ല. എന്തുമായിക്കൊള്ളട്ടെ, ഈ ഗവൺമെന്റിനെ പോലെ ഏതെങ്കിലും ഗവൺമെന്റ് പ്രതിപക്ഷ നേതാവ് എഴുതി കൊടുത്ത എത്ര പരാതിയിലാണ് ഈ ഗവൺമെന്റ് അന്വേഷണം ഉത്തരവിട്ടിട്ടുള്ളത്? ഈ പ്രതിപക്ഷം ഉന്നയിച്ച ഏതെങ്കിലും കാര്യത്തിൽ ഗവൺമെന്റ് പിന്നോക്കം പോയിട്ടുണ്ടോ, ഒളിച്ചോടിയിട്ടുണ്ടോ? ഞങ്ങൾക്കൊന്നും ഭയക്കാനില്ല, ആരെയും ഭയക്കാനില്ല. ഈ ഗവൺമെന്റ് സുതാര്യമായി തന്നെ മുൻപോട്ട് പോകും. ഏത് അന്വേഷണം നടക്കട്ടെ. മൈതാനത്ത് കഴിഞ്ഞ് സംസാരിക്കും. ഇവിടെ 3-4 കാര്യങ്ങൾ ചെറുതായിട്ട് ഞാൻ ദിവസം പറഞ്ഞ ഇദ്ദേഹം എതിരഭിപ്രായം പറഞ്ഞല്ലോ. ഒന്ന്, ഈ പറഞ്ഞ എത്ര മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം തെളിയിക്കാൻ പറ്റും? ഇന്ത്യയിൽ ഇതുവരെയുള്ള ചരിത്രം നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ആകപ്പാട് ഒരു ബാലകൃഷ്ണ പിള്ള, ഒരു സുഗ്രാമിനെതിരെ തെളിയിക്കാൻ പറ്റിയില്ല. പക്ഷേ ജനങ്ങളോട് ബഹുമാനമുണ്ട്, സ്വാഭാവികമായിട്ട് മാറി നിൽക്കാൻ വേണ്ടി. പിന്നെ മാണി ഇത് ജുഡീഷ്യറി ബഹുമാനിച്ചാണ് എന്തിനാ 2 ദിവസം സമയം എടുത്തത്? അത് പല ആളുകളും കൈയൊഴിഞ്ഞെന്ന് തോന്നിയോണ്ടാ? അന്ന് ഇവിടെ രാജി നാടകങ്ങൾ എന്തൊക്കെ നടത്തി നമുക്കറിയാം. എന്തൊക്കെ നടത്തി. പിന്നെ രണ്ട് ലോക്സഭാ ഇലക്ഷൻ ഈ അഴിമതി, 2 ഇലക്ഷൻ ഈ അഴിമതി ആരോപണങ്ങൾ ഇടയ്ക്ക് ജയിച്ചു. അത് മോഡി വരുന്നതിന്റെ പേടി കൊണ്ട് മൈനോറിറ്റി കൺസൾട്ടേഷൻ. പിന്നെ അരുവിക്കര വൃത്തികെട്ട രാഷ്ട്രീയം എന്താ ഉമ്മൻചാണ്ടി കളിച്ചത് നമുക്കറിയാം. ഇവിടെ CPM ഇല്ല, ഇവിടെ LDF ഭാഗത്തുനിന്ന് ബാർ കോഴയിൽ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തിയത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ച ശ്രീ ആന്റണി രാജു, ശ്രീ ഫഖറുദ്ദീൻ അലി, അഡ്വക്കേറ്റ് പഴകുളം മധു, ഒപ്പം തന്നെ ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ ബിജു
രമേശ്. അതെല്ലാം ചർച്ച പൂർത്തിയാവുകയാണ്.